നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസമായി കോൺഗ്രസിൽ ഉയർന്ന വിവാദത്തിൻ്റെ തിര അടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശശി തരൂരിനെ രാഹുൽ ഗാന്ധി വിളിപ്പിക്കുകയും സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് മല്ലികാർജുന ഖാർഗെയും വേണുഗോപാലും ശശി തരൂരും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന സംഘം കേരളത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും പരസ്പര വിരുദ്ധ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ശശി തരൂർ തൻ്റെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് താൻ രാഷ്ട്രീയ വിശകലനം നടത്തുകയും എഴുതുകയും ചെയ്യുന്നത് കഴിഞ്ഞ 16 വർഷങ്ങളായി തുടർന്നു പോരുന്നൊരു പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഞാൻ എൻ്റെ അഭിപ്രായ പ്രകടനം നടത്തി. അതിലൊന്ന്, കേരളത്തിലെ പിണറായി സർക്കാരിനെ പ്രശംസിക്കുന്നതാണ് എന്ന് ആരോപണമുയർന്നു എന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തത്, കേന്ദ്രം ഭരിക്കുന്നതായിട്ടുള്ള മോദി സർക്കാരിനെ താൻ അനുകൂലിക്കുന്നതായിട്ടും അദ്ദേഹത്തെ വാഴ്ത്തുന്നതായിട്ടും ആരോപണമുയർന്നു. ഈ രണ്ടാരോപണങ്ങളും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, കേരളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ എന്താണ്, കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത, ആ വാർത്തയിൽ കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കുതിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനപ്പുറമായിട്ട് ഒന്നും ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഒരിക്കലും കേരളത്തിലെ മാർക്സിസ്റ്റ് സർക്കാരിനെയോ ഇടതുപക്ഷ സർക്കാരിനെയോ അനുകൂലിച്ചിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ തുറന്നു പോരുന്നതായിട്ടുള്ള വികസന നയങ്ങളിൽ പോലും അവർ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഭരണത്തിലിരിക്കുമ്പോൾ വികസനവാദികളും ഭരണത്തിന് പുറത്തിരിക്കുന്ന സമയത്ത് വികസന വിരോധികളായി മാറുന്നു. ഈ നയം ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വികസനവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സമീപനം അവർ ഭരണത്തിന് പുറത്തിരിക്കുന്ന സമയത്തും തുടരണം എന്ന അഭിപ്രായമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും കർഷക ആത്മഹത്യകളുടെ വാർത്തകളാണ് വരുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സംരംഭകരുടെ ആത്മഹത്യകളെക്കുറിച്ചുള്ളതാണ്. അത് കേരളത്തിൻ്റെ മാത്രം നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൻ്റെ പ്രതികരണമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് കാര്യവും വളരെ വ്യക്തമായിട്ട് എൻ്റെ രാഷ്ട്രീയ നിലപാടിനെ സാധൂകരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, മോദി സർക്കാർ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ മോദിയും അതേപോലെ തന്നെ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ വിദേശകാര്യ നയ സമീപനങ്ങളിൽ ഇന്ത്യക്കുണ്ടായ നേട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക് ആ കാര്യം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ നികുതി ചുമത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഇന്ത്യക്കെതിരെയും അദ്ദേഹം നികുതി ചുമത്തുമായിരുന്നു. എന്നാൽ മോദിയും ട്രംപും തമ്മിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് ഏതാണ്ട് ചില മാസങ്ങളോളം മാറ്റിവെക്കാനും ആ ചർച്ചയിലൂടെ പരിഹരിക്കാനുമായിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇന്ത്യയുടെ നേട്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നരേന്ദ്രമോദി അനധികൃതരായി കുടിയേറിയിരിക്കുന്ന ആളുകളെ പുറത്താക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റം ശരിയല്ല, നമ്മളതിനെതിരെ തന്നെയാണ്. പക്ഷേ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യിലും കാലിലും ചങ്ങലയിട്ട് കൊണ്ടുവരുന്നത് മനുഷ്യാവകാശ ധ്വംസനമാണ് എന്ന നിലപാട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള നയത്തിനും നിലപാടിനും അനുസൃതമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഞാൻ തിരുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യമാണ് അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്, നിങ്ങൾ തിരുത്തേണ്ട, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം എഴുതുകയും സംസാരിക്കുകയും ചെയ്യേണ്ടത് എന്നാണ്. ഒരു സ്വതന്ത്ര അഭിപ്രായം നടത്തുന്ന വിമതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എത്രത്തോളം വിമതത്വം പുലർത്താമെന്നും എത്രത്തോളം അദ്ദേഹം നിയന്ത്രണം പാലിക്കണമെന്നും വ്യക്തമാക്കപ്പെടുന്ന അനുനയത്തിൻ്റെ ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ജനപത് 10 നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ പല വഴിക്ക് പിരിഞ്ഞുപോയി. അവരാരും തന്നെ മാധ്യമങ്ങളെ കണ്ടില്ല. ശശി തരൂർ ഇറങ്ങിപ്പോയത് അടുക്കളപ്പുറത്തൂടെയായിരുന്നു. ആ അടുക്കളപ്പുറത്തൂടെ ഉള്ള ഇറങ്ങിപ്പോക്ക് പോലും വലിയൊരു സന്ദേശമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന് ഈ കാര്യത്തിൽ തെറ്റിയത് ഒന്ന്, കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് തരൂരിനെ തളക്കാനായിട്ടുള്ള ശ്രമം അവർ നടത്തിയെന്നാണ്. അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം, കോൺഗ്രസ് ജനാധിപത്യ സ്വഭാവം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട്.
അതായത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നും കോൺഗ്രസിൻ്റെ സവിശേഷതയായിരുന്നു. അതിനെ നിഷേധിക്കുകയും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അർദ്ധ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അത് ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ഇൻക്ലൂസീവ് ക്യാരക്ടറിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലേഖനം പ്രസിദ്ധീകരിക്കുക വഴി ശശി തരൂർ രണ്ട് തരത്തിൽ അദ്ദേഹത്തിൻ്റെ മൈലേജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന്, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചു. രണ്ട്, ഇന്ത്യയിലും അതുപോലെ വിദേശത്തും ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് ആരാണ് എന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ച ഇത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനൈക്യത്തെ പുറത്തേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്.